ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി സ്മാരകമായി ULCCS സെന്റിനറി LP സ്കൂൾ സാഹിത്യ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ചേർന്ന് നാടിന് സമർപ്പിച്ചു. അടച്ചുപൂട്ടൽ ഒഴിവാക്കാനായി സൊസൈറ്റി ഏറ്റെടുത്ത 131 കൊല്ലത്തെ പാരമ്പര്യമുള്ള മുട്ടുങ്ങൽ LP സ്കൂളാണ് സ്വന്തം സ്ഥലവും കെട്ടിടവുമായി പുതിയ രൂപഭാവങ്ങളോടെ ULCCS സെന്റിനറി LP സ്കൂളായി പുനർജനിക്കുന്നത്. അടച്ചുപൂട്ടാൻ പോയ ഒരു സ്കൂളിന് ULCC പുനർജന്മം നൽകിയിരിക്കുകയാണ്. ലോകോത്തര നിലവാരത്തിൽ നൂതന മാതൃകയിലുള്ള ഏവരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കെട്ടിട സമുച്ചയമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ തൊഴിലാളികളുടെ കുട്ടികൾക്ക് ഇനി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം, ഒപ്പം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ 1 വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങൾക്ക് സാർത്ഥകമായ പരിസമാപ്തിയും കുറിച്ചാണ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ചോറോട് പഞ്ചായത്തിലെ 131 കൊല്ലത്തെ ചരിത്രമുള്ള മുട്ടുങ്ങൽ LP സ്കൂൾ ദേശീയപാത വികസനത്തിനായി പൊളിച്ചതാണ്. അടച്ചുപൂട്ടലല്ലാതെ മാർഗമല്ലാതിരുന്ന ആ സ്കൂളാണ് പുതിയ രൂപഭാവങ്ങളും ബോധന രീതിയുമായി ULCCS സെന്റിനറി സ്കൂൾ മുട്ടുങ്ങൽ ആയി പുനർജനിച്ചത്. നാട്ടുകാരുടെയും സ്കൂൾ സംരക്ഷണ സമിതിയുടെയും സ്കൂൾ PTA അഭ്യർത്ഥന സ്വീകരിച്ച് ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്ത സ്കൂൾ പുതിയ സ്ഥലം വാങ്ങി കെട്ടിടം പണിത് സൊസൈറ്റിയുടെ ശതാബ്ദി സ്മാരകമാക്കി പുനർജനിപ്പിക്കുകയായിരുന്നു. നമ്മുടെ കുരുന്നുകൾ അകത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ചെയർമാനും മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചേർന്ന് കുരുന്നുകൾക്ക് പൂക്കൾ നൽകിക്കൊണ്ട് അവരുടെ ഈ വിദ്യാലയത്തിലേക്ക്, അവരുടെ സ്വന്തം വിദ്യാലയ മുറ്റത്തേക്ക് അവരെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റെടുത്ത ULCCS സെന്റിനറി LP സ്കൂൾ മുട്ടുങ്ങലിന്റെ വേദിയിലേക്ക് നമ്മുടെ കുരുന്നുകളെ ആദരണീയനായ ചെയ്യുകയാണ്. പൂക്കൾ നൽകിക്കൊണ്ട് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹകരണ സംഘ വസ്ത്ര സാഹിത്യകാരൻ M. മുകുന്ദൻ, അടച്ചുപൂട്ടലിൽ നിന്നും സ്കൂൾ ഏറ്റെടുത്ത് നവീകരിച്ച് മാതൃക സൃഷ്ടിച്ച മുൻ MLA A. പ്രദീപ് കുമാർ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പത്മശ്രീ മീനാക്ഷിയമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മനോജ് കുമാർ C, ചലച്ചിത്ര നടി അനു സിത്താര, കവി വീരാൻകുട്ടി, ഗായകൻ VT മുരളി, ഗായിക വിഷ്ണുമായ രമേശ് എന്നിവരാണ് ഉദ്ഘാടകരായെത്തിയ പ്രമുഖർ. ആദ്യാക്ഷരമായ ആയുടെ രൂപത്തിൽ ഒരുക്കിയ അനവധി ദീപങ്ങൾ ഒരുമിച്ച് കൊളുത്തിയായിരുന്നു ഉദ്ഘാടനം. ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷനായ ഉദ്ഘാടന സമ്മേളനത്തിൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി സ്വാഗതവും MD S. ഷാജു നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂൾ സംരക്ഷണ സമിതി പ്രവർത്തകരും പങ്കെടുത്തു. നാടിളക്കി ഘോഷയാത്രയായി വന്ന പൗരാവലിയും സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആദ്യം സവിശേഷ മാതൃകയിൽ നിർമ്മിച്ച സ്കൂൾ കണ്ടു. പേരാമ്പ്ര GUPSലെ കൊച്ചു കലാകാരികൾ ഒപ്പന ഒരുക്കി അതിഥികളെ സ്വാഗതം ചെയ്തു. തുടർന്നാണ് ബാലഗായകൻ സാരംഗ് രാജീവ് ആലപിച്ച ഗുരു വാഗ്ഭടാനന്ദ കൃതിയുടെ പശ്ചാത്തലത്തിൽ അക്ഷരദീപം തെളിച്ചത്. വികസിപ്പിക്കുന്ന സദയ ദൈവമേ നമസ്കാരം, സദയ ദൈവമേ നമസ്കാരം, ഹൃദയ പങ്കജം വികസിപ്പിക്കുന്ന സദയ ദൈവമേ നമസ്കാരം, സദയ ദൈവമേ നമസ്കാരം, കരകവിഞ്ഞെഴും പ്രേമ പീയൂഷ തിരകൾ കളിയാടുന്ന സുഹൃതികളായി വളരുവാനേ വികസിപ്പിക്കുന്ന
വികസിപ്പിക്കുന്ന സദയാ ദൈവമേ നമസ്കാരം. വികസിപ്പിക്കുന്ന സദയാ ദൈവമേ നമസ്കാരം. സദയാ ദൈവം. ഇവിടുത്തെ ഉദ്ഘാടന പരിപാടികൾ സമാപിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാര്യപരിപാടികളെല്ലാം കുട്ടികളും രക്ഷിതാക്കളും ഈ പരിപാടിയിൽ കുട്ടികൾ ബലൂണുകൾ പറത്തി ഉദ്ഘാടനത്തിൽ പങ്കുചേർന്നു. അതിനുശേഷമായിരുന്നു അതേ സ്കൂളിലെ കുരുന്നുകളുടെ പ്രാർത്ഥനാലാപനത്തോടെ ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനം. കെട്ടിടം നിർമ്മിച്ച എക്സിക്യൂഷൻ ടീം ലീഡർ, എഞ്ചിനീയറിംഗ് ടീം, ആർക്കിടെക്ട് ആൻഡ് ഡിസൈൻ ടീം എന്നിവരെ വേദിയിൽ ആദരിച്ചു. ഈ പ്രദേശത്ത് നിന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവ, കായിക, ശാസ്ത്ര, ഗണിതമേളകളിൽ വിജയികളായ പ്രതിഭകളെയും ആദരിച്ചു. തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും ഓസ്കാർ മനോജിന്റെ സ്റ്റേജ് ഷോയും നടന്നു. ഒരു മാതൃകാ വിദ്യാലയം തുറക്കാൻ സാധിച്ചതാണ് ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് ഞങ്ങൾ കരുതുന്നു. ശതാബ്ദിയെ അവിസ്മരണീയമാക്കിയ എന്നെന്നും നിലനിൽക്കുന്ന ഈ ഒരു ചരിത്ര സ്മാരകമായി സ്കൂളിനെ വളർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയേക്കാൾ 3 പതിറ്റാണ്ട് കൂടിയുള്ള പാരമ്പര്യമുള്ള ഒരു സ്കൂളിനെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർത്ഥ്യവും പകരുന്നു. ഈ നാടിന്റെ വളർച്ചയിലും സാമൂഹിക വികസനത്തിലും ക്ഷേമത്തിലും വലിയ സംഭാവന ചെയ്തു വരുന്ന നമ്മുടെ സൊസൈറ്റിക്ക് മാർഗദീപമായത് വാഗ്ഭ്രാന്ത ഗുരുദേവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പിറന്ന ഊരാളുങ്കൽ സൊസൈറ്റിയുടെ 2 കൂടപ്പിറപ്പുകളിൽ ഒന്ന് വിദ്യാലയമായിരുന്നല്ലോ. അത് മാത്രമായിരുന്നു കൈമുതൽ. ആ തുക ഉപയോഗിച്ചുകൊണ്ട് ചെറിയ തോതിലെങ്കിലും 4 വരെയുള്ള ഈ എയ്ഡഡ് പ്രൈമറി സ്കൂൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ള ശ്രമം ശ്രീ CV ബാബു മാസ്റ്റർ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റി ഒരുപാട് കാലം നടത്തി. പക്ഷെ ഒരു കാരണവശാലും അത് സ്വായത്തമാക്കാൻ കഴിയാതെ വന്ന ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുചേലനായി നമ്മുടെ ULCCയെ സമീപിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രയാസങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞെങ്കിലും അവസാന ഘട്ടത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ആ സ്ഥാപനം നശിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ സ്കൂളിലെ അധ്യാപകരുടെ ജോലിയല്ല, വിദ്യാർത്ഥികളുടെ ഭാവിയല്ല, അതിന് രണ്ടിനും എന്തെങ്കിലും പരിഹാരമുണ്ടാകും. പക്ഷേ 131 വർഷക്കാലം ഒരു പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിൽ നിലനിന്ന ആ സ്ഥാപനം ഇല്ലാതായി പോയാൽ ആ പ്രദേശത്തിന്റെ തന്നെ വിദ്യാഭ്യാസ മേന്മയ്ക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും എന്നത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ പാലേരി രമേശേട്ടൻ തന്റെ ഡയറക്ടർ ബോർഡിൽ ആലോചിച്ച് ഇത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നതാണ്. മണ്ണും വാടിയ പാഴ്ചെടികളുമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു അത്ഭുതം പോലെ ഈ ആധുനിക സ്കൂൾ കെട്ടിടം ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ട്. നമ്മളൊക്കെ സ്വപ്നങ്ങൾ കാണും, എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ ഏറെയും കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ULCCSും ഏകദേശം പാലേരിയും കാണുന്ന സ്വപ്നങ്ങളൊന്നും കൊഴിഞ്ഞു പോകാറില്ല. ആ സ്വപ്നങ്ങളൊക്കെ പൂവിടും, സാക്ഷാത്കരിക്കപ്പെടും. അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ സ്കൂൾ. ഇപ്പോൾ ഈ ULCCS എങ്ങനെയാണ് ഈ മഹാ അത്ഭുതങ്ങൾ ഒന്നൊന്നായി കാണിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രധാന കാരണം വാഗ്ഭടാനന്ദ ഗുരു നൽകിയ പ്രകാശത്തിലാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ആ ഒരു പ്രകാശമുണ്ട്. ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. നമുക്കറിയാം, സാങ്കേതിക വിദ്യയാണ് നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ നിർമ്മാണ പ്രവർത്തന അതിൻ്റെ സാങ്കേതിക വിദ്യക്ക് ഒരു ആത്മാവ് നൽകുവാൻ ULCCSന് സാധിച്ചിട്ടുണ്ട്. മറ്റ് സ്ഥാപനങ്ങൾക്ക്, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ഒരു
ആത്മാവില്ല. ഇപ്പോൾ വാഗ്ബടാനന്ദൻ നൽകിയിട്ടുള്ള ഈ ആത്മാവാണ് ഈ ULCCSന്റെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത്. അത് നമുക്ക് കൂടി അനുകരിക്കാവുന്ന ഒന്നാണ്. വാഗ്ബടാനന്ദ ഗുരു നമുക്ക് കൂടി പ്രചോദനം നൽകുന്ന ഒരു ഗുരുദേവനാണ്. അങ്ങനെ ആരെങ്കിലും നമുക്ക് ആത്മീയമായിട്ട് വഴികാട്ടുവാനുണ്ടാകണം എങ്കിലും നമുക്ക് എത്ര തന്നെ കാര്യശേഷി. വ്യത്യസ്ത മേഖലയിലെ പ്രതിഭാധനന്മാരുടെ ഒരു നിര കൂടിയിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ ആളുകളെല്ലാം ഉണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്തൊരു സമൂഹത്തിലെ എല്ലാവരും ഒന്നു ചേർന്ന ഒരുപാട് വൈവിധ്യങ്ങൾ ഒന്നു ചേർന്നൊരു സദസ്സും എല്ലാം ചേർന്ന് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ പൊതുജീവിതത്തിൽ പൊതുപ്രവർത്തകരാണ് ഞങ്ങളൊക്കെ, നിരവധി അനുഭവങ്ങളോ മുഹൂർത്തങ്ങളോ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. സമരമുഖങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഒരുപാട്, അതിൽ ചിലത് ഒരിക്കലും മറക്കാനാകാത്തതും അതുപോലെ അവിസ്മരണീയമാകുന്നത്, വല്ലാതെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്ന ഒരു സന്ദർഭമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അതിന് ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമുക്ക് ഈ സന്തോഷം പങ്കുവെക്കാൻ കഴിയും. അതിനിട നൽകിയത് രമേശ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഊരാളുങ്കൽ എന്ന് മാത്രമൊറ്റ വാക്കുകൊണ്ട് നമ്മളെല്ലാം പറയുന്ന സ്ഥാപനം. അത് ഇപ്പോൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാത്രമല്ല, IT രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ രംഗത്തൊക്കെ ചുവട് വെച്ചിട്ടുള്ളിലേക്ക് എത്തിച്ച ഒരു പ്രധാന സ്ഥാപനമായിട്ടത് മാറി. മുന്തട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ, സംസാരിക്കുന്നതിനിടയിൽ, എങ്ങനെയാണ് ഊരാളുങ്കലിന് ഇങ്ങനെയൊക്കെ കഴിയുന്നത് എന്ന് ചോദിക്കേണ്ട അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു. അതിനോട് ചേർത്ത് വെക്കാൻ എനിക്കൊരു അഭിപ്രായമാണ്. ഊരാളുങ്കലിന് അവരുടെ നേതൃത്വത്തിന് ഇതെല്ലാം കഴിയുന്നത് അത് വെറുമൊരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സ്ഥാപനങ്ങളുടെ നടത്തിപ്പുകാരോ മാത്രമല്ല. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ നടത്തിപ്പുകാരായുള്ള മാനേജ്മെന്റ് എന്നതിനൊക്കെ അപ്പുറത്ത് അവരെ നയിക്കുന്ന ഒരു ഫിലോസഫി, ഒരു ദർശനം, ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ദർശനമുണ്ട്. വാഗ്ബടാനന്ദൻ മുമ്പോട്ട് വെച്ച ആ ഒരു ദർശനം. ഞാനിവിടെ എന്നെ ക്ഷണിച്ചപ്പോൾ എൻ്റെ പരിമിതികളെ എനിക്കറിയാം, അത് രമേശ് ചേട്ടനും അറിയാം. പക്ഷെ ഞാനിവിടെ എത്താനുള്ള ഊർജ്ജം എനിക്കുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം, എനിക്കും അറിയാം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്, എനിക്ക് നിൽക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ അതിജീവിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ സ്നേഹം. ഉണ്ണിക്കിടാങ്ങൾക്ക് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴേന്തി ഞാൻ മാറ്റും, അതെന്റെ പാട്ടാണ്. 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ സ്നേഹം എന്ന് ഞാൻ പറയും. കാരണം അത് ഊരാളുങ്കലിന്റെയും രമേശ് ചേട്ടന്റെയും സംഭവമാണ്. 1000 കൈ നീട്ടി നിൽക്കുന്ന സൂര്യനെ പോലെ ഈ നാടിനെ സ്നേഹിച്ചുകൊണ്ട് ഉള്ള സൂര്യനാണ് അദ്ദേഹം. അതേപോലെ ഉണ്ണിക്കിടാങ്ങൾക്ക് നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴി എന്ന അമ്മയാണ് ഊരാളുങ്കൽ എന്ന സൊസൈറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ നാടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ഇത് തയ്യാറാണ്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അത് ബോധ്യമുണ്ട്, എനിക്ക് അത് അറിയാൻ നന്നായിട്ട്. ഈ സ്കൂൾ എന്ന് പറയുന്നത് നന്നാക്കിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ പുണ്യമാണ്, ഈ സൊസൈറ്റിയുടെ പുണ്യമാണ്, നിങ്ങൾ നാടിൻ്റെ മുഴുവൻ പുണ്യമാണ്. ആ പുണ്യത്തിൽ പങ്കെടുക്കുക, ഈ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ കടപ്പാടാണ്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളും കഥാകൃത്തുക്കളും രാഷ്ട്രീയ നേതാക്കന്മാരും പ്രിയപ്പെട്ട അനുസിതാര, അതുപോലെ എത്രയോ ആൾക്കാർ ഇവിടെ ഉണ്ട്, മുരളി, എല്ലാവരെയും ഞാൻ
എൻ്റെ സ്നേഹത്തോടാണ് ഞാൻ കാണുന്നത്. കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. 100-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു. രമേശൻ സാറിൻ്റെ എല്ലാ കൃപയും യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് രക്ഷപ്പെട്ടത്, ഒരുപാട് കുടുംബങ്ങൾക്ക് ജോലി ചെയ്തൊരു മനുഷ്യൻ, ഒരുപാട് സ്കൂളുകൾക്കും. എന്ന് വെച്ചാൽ മടപ്പള്ളി സ്കൂൾ 2 വർഷം ഞാൻ 60 പെൺകുട്ടികളെ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് സാറിൻ്റെ കീഴിൽ, പെൺകുട്ടികൾക്ക് മാത്രം. സ്കൂൾ വിട്ട് കുട്ടികളെ പോഷന്മാർ വന്ന് കുട്ടികളെ പഠിപ്പിക്കലായിരുന്നു. കൊറോണ വന്നപ്പോഴാണ് അത് നിർത്തിയത്. കൂടാതെ തിരുവനന്തപുരത്ത് ഒരു കളരി ഉദ്ഘാടനം ചെയ്തു, അതും സാറിൻ്റെ കീഴിലാണ്. ഞങ്ങളുടെ ശിഷ്യന്മാർ അവിടെ പോയി പഠിപ്പിക്കുന്നുണ്ട്. ഞാനും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇനി ഞങ്ങൾ ഈ സ്കൂളിൽ വന്ന് കുട്ടികളെ പഠിപ്പിക്കും, ഉറപ്പ് തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കളരി പഠിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണ് കളരി പഠിക്കേണ്ടത്. ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമല്ല കളരി പഠിക്കുന്നത്, അവരുടെ സ്വയരക്ഷയ്ക്ക്. ഇന്ന് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി മുടക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ഒരു കളരി പഠിച്ചത് അതിനുള്ള ഊർജം, ഒരു ശക്തി അവരുടെ ശരീരത്തിലുണ്ടാവും. അതുകൊണ്ടാണ് കളരി പഠിക്കണമെന്ന് പറയുന്നത്. വിശിഷ്ട വ്യക്തികളായ എം മുകുന്ദൻ സാർ, എ പ്രദീപ് കുമാർ സാർ, പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മാഷ്, വി ടി മുരളി സാർ, മനോജ് സാർ, വീരാൻകുട്ടി സാർ, വിഷ്ണുമായ. വലിയ പ്രസംഗമൊക്കെ ആലോചിച്ച് വന്നതാണ് ഞാൻ. ഇവിടെ കൈതപ്രം മാഷും മുകുന്ദൻ മാഷൊക്കെ കവിതയിലൂടെയും കഥയിലൂടെയും പാട്ടിലൂടെയൊക്കെ സംസാരിച്ചപ്പോൾ അത് കേട്ട് മുഴുകിയിരുന്നു. നിങ്ങളോട് എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വാക്കുകളൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ULCCS സെൻറ്റിനറി LP സ്കൂളിൻ്റെ കെട്ടിട ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആരാധിക്കുന്ന വിശിഷ്ട വ്യക്തികളോടൊപ്പം ഈ ഒരു വേദി പങ്കിടാനും ഇവിടെ വരാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. സ്കൂളിനെ കുറിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് പുതിയ സ്കൂളിൻ്റെ ഉദ്ഘാടനമായിരിക്കുമെന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു സ്കൂളാണെന്നുള്ളത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് തലമുറകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്കൂളാണ്. അപ്പം നാടിന് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും ഒരുപാട് സംഭാവന ഈ സ്കൂൾ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ പെട്ടെന്ന് ഒരു അവസരത്തിൽ നമ്മുടെ കൈവിട്ട് പോകുക എന്ന് പറയുന്നത് കുട്ടികൾക്കും ടീച്ചേഴ്സിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. എല്ലാവരും പോലെ നമുക്കൊക്കെ നമ്മൾ പഠിച്ച സ്കൂള് എൻ്റെ അച്ഛനമ്മയെ പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ ജനിച്ച നാട് പോലെ തന്നെ എനിക്കിഷ്ടമാണ് എൻ്റെ സ്കൂളും. എത്ര തവണ എൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ ഒരു 100 തവണ പോയാലും 101ാമത്തെ തവണ പോകുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് നോക്കും. അവിടെ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോഴും പഠിക്കുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ ഇല്ലാണ്ടാവുക എന്ന് പറയണത് അത് ഒരു എന്താ പറയുക, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഇനി എന്ത് ചെയ്യും, കുട്ടികൾ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നൊക്കെ നമ്മൾ എല്ലാവരും ആലോചിക്കും. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ ULCC എന്ന സൊസൈറ്റി മുന്നോട്ട് വരികയും സ്കൂൾ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും പഴയതിനേക്കാൾ നന്നായിട്ട് കുട്ടികൾക്ക് പഠിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്കൂള് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ വലിയ കാര്യമാണ്, ഈ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം സ്കൂളായി, ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പാരൻസ് ഉണ്ട്. അപ്പം ഇനിയുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം കുട്ടികൾക്കാണെന്ന് തോന്നുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്, അവർ കളിച്ചും സ്നേഹിച്ചും ഒക്കെ ഇങ്ങനെ പഠിച്ച് വളരട്ടെ, അതിന് സാധിക്കട്ടെ. ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ ഇപ്പം ന്യൂസൊക്കെ തുറക്കുമ്പോൾ പേടിയാണ്, ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ആലോചിച്ച് പോകും. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന കുട്ടികളാണെന്നൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും അല്ല, ഇനിയുള്ള തലമുറ നല്ല കുട്ടികളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സഹായിക്കാനൊക്കെ മനസ്സുള്ള കുട്ടികളാണെന്ന് ഈ സ്കൂളിലുള്ള കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം കുട്ടികൾക്കും ടീച്ചേഴ്സിനും പുതിയ സ്കൂളിനൊക്കെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.